Hi everyone, my name is Henna. Alhamdulillah, I had recently passed Qatar NPK Prometric exam on December 31st. And first of all, I would like to thank my Midventure team for their support and guidance, especially Andrew sir for giving such a clear and well-structured basic knowledge about the topics. And a special thanks to my mentor also, Nina ma'am, who cleared all my concerns and doubts without any delay. And if എല്ലാവർക്കും concern about the exam, what was the exam for me? Okay, talking about the exam, it was a bit tough for me. വളരെ ഈസി അല്ലായിരുന്നു എന്തായാലും, പക്ഷേ നമ്മളൊരു ആവറേജ് ടൈപ്പ് ആയിരുന്നു. നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വേർ വെരി ഫ്യൂ. പിന്നെ മെഡ്വെഞ്ചർ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡ്വെഞ്ചറിലെ ഫയൽസ്, അപ്ഡേറ്റഡ് ഫയൽസ്, എസ്പെഷ്യലി അപ്ഡേറ്റഡ് ഫയൽസും 2025 ദെൻ നാപ്ലെക്സ് ഫയൽസാണ് കുറച്ച് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ഞാൻ പഠിച്ചൊരു സ്ട്രാറ്റജി, എല്ലാവരും പഠിക്കുന്ന പോലെ നമുക്കൊരു ഫൗണ്ടേഷൻ വേണ്ടിയിട്ട് ബേസിക് ക്ലാസ്സസ്, അത് ആൻഡോസോ വെൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബേസിക് ക്ലാസ്സസ് വിത്ത് മെറ്റീരിയൽസ് നോക്കുക. ദെൻ അതിനുശേഷം മോക്ക് ടെസ്റ്റ്, അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ആപ്പിൽ. പക്ഷെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ലൈക്ക് ഓറിയൻ ഫയൽസ്, യെല്ലോ ഫയൽസ് എന്ന് പറയുന്നുണ്ട്. അതെല്ലാം ആക്ച്വലി ബേസിക് കാര്യങ്ങളാണ് ആക്ച്വലി അതിന് ഫോക്കസ് ചെയ്യുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് വരുന്നത്. അതിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പം ചില അറിയാത്ത ടേംസ് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. ചില ടോപ്പിക്സിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒന്നും നോക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ഇത് ജസ്റ്റ് ബേസിക് ആണ് ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ ഉള്ളത്. ഇപ്പോഴത്തെ പാറ്റേൺ ചേഞ്ച് അനുസരിച്ചിട്ട് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് റീസെന്റ് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് റീസെന്റ് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെയിം ക്വസ്റ്റ്യൻ എക്സാമിന് വരുമെന്ന് വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ അതൊരു മോഡൽ ടൈപ്പ്. അപ്പം അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം നമുക്ക് എക്സാമിന് വരുന്നത് അതേ മോഡൽ പോലെ നമുക്ക് തോന്നും. അപ്പം ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം മോസ്റ്റ് റീസെന്റ് അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതിലെ ക്ലിനിക്കൽ കേസസ് പഠിച്ചു കഴിഞ്ഞാൽ കുറേ സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക്. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നാപ്ലെക്സ് ഫയലാണ്. നാപ്ലെക്സ് ഫയലിൽ എല്ലാ ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്നത് OTCയും ഹെർബ്സും എല്ലാമാണ്. OTC ഓവർ ദ കൗണ്ടർ പല ചാപ്റ്റേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ പല, അതായത് ഓട്ടിക് ആയിട്ടും ഓഫ്താൽമിക് ആയിട്ടും ഡെന്റൽ സൈസസ്, ഡെർമറ്റോളജി, അങ്ങനെ പറഞ്ഞിട്ട് കുറെ OTC ടോപ്പിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെർബ്സ് വന്നിട്ട് ഏതെല്ലാം ഹെപ്പാറ്റോടോക്സിക് ഡ്രഗ്സ്, ഏതെല്ലാം കാർസിനോജനിക് ഡ്രഗ്സ്, അങ്ങനെ ഹെർബ്സിന്റെ കാറ്റഗറീസും ഉണ്ട്. അതെല്ലാം ഒന്ന് നോക്കി പോകണം. ആൻഡ് ദെൻ ബയോഫാർമസ്യൂട്ടിക്സ്, ഫാർമക്കോകൈനറ്റിക്സിന്റെ അത് കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നാപ്ലെക്സ് നോക്കുക. പിന്നെ ക്ലിനിക്കൽ കേസെല്ലാം നമ്മളെ ആപ്പ് തന്നെ, അതായത് ഈ നാപ്ലെക്സ് ഫയൽസും ആപ്പിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവര്. ആ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കിയാലും മതി. അതിന്റെ വിത്ത് എക്സ്പ്ലനേഷൻ നോക്കിയാൽ കുറച്ചും കൂടി ഐഡിയ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ് റീസെന്റ് അപ്ഡേറ്റ് ക്വസ്റ്റ്യൻസിൽ ക്ലിനിക്കൽ കേസസ് ആണ് കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, വെൽ ദെൻ സ്റ്റഡി ഡിസൈൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കുറച്ച് തറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഫാർമക്കോ എക്കണോമിക്സ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ADR, അങ്ങനെ കുറച്ച് ചില ഏരിയാസ് ഉണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. കാൽക്കുലേഷൻ ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ 2 ഉണ്ടായിരുന്നു BMIന്റെ. പിന്നെ ദെൻ ചില കാൽക്കുലേഷന് ഇക്വേഷൻ പ്രൊവൈഡഡ് ആണ്. ദെൻ മെഡിസിനൽ കെമിസ്ട്രി ഡയസ്റ്റീരിയോമസിനെല്ലാം പറ്റി, അതായത് ആ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സിന്റെ ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവല്ലോ, അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്ലിനിക്കൽ കേസസും പിന്നെ നാപ്ലെക്സിലെ OTCയും അതെല്ലായിരുന്നു എൻ്റെ എക്സാമിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ആപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, വെൽ